OPNewsന്റെ 75ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്മാർട്ട് ഫോണുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ ഫീച്ചർ ചെയ്യുന്ന ചെറിയൊരു സീരീസാണ് OPNews. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഹെഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Realme 8 സീരീസ് ഫോണുകൾ വൈകാതെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആപ്പിളിന്റെ ബംഗളൂരു ഫാക്ടറി അവിടുത്തെ വർക്കേഴ്സ് തന്നെ അടിച്ച് തകർത്തിരിക്കുകയാണ്. വിവോയുടെ X സീരീസിലെ അടുത്ത ഫോണുകളായ Vivo X60 സീരീസിലെ ഫോണുകളുടെ ക്യാമറയുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ന്യൂസിലോട്ട് എടുക്കാം. ആദ്യത്തെ ന്യൂസ് റിയൽമിയുടെ 8 സീരീസ് വരുന്നു എന്നാണ്. റിയൽമിയുടെ 7 സീരീസ് ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. സെപ്റ്റംബറിലാണ് റിയൽമി 7 സീരീസ് ഇന്ത്യയിൽ ഇറങ്ങിയത്. അപ്പോൾ അതേ അടുത്ത ഫോൺ വരാൻ പോവുകയാണ്. റിയൽമി 8 സീരീസ് വരുന്നു. റിയൽമി 8ഉം റിയൽമി 8 പ്രോയുമാണ് ഇറങ്ങാൻ നിൽക്കുന്നത്. ഇത് ജനുവരി 2021 തന്നെ ഇത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കഴിഞ്ഞ OPNews എപ്പിസോഡിൻ്റെ മെയിൻ സ്റ്റോറി ആയിരുന്നു നാർസോ 30 സീരീസ് വരുന്നു എന്നത്. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് റിയൽമി 8 സീരീസും അതിൻ്റെ കൂടെ തന്നെ വരികയാണ് എന്ന്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഫോണുകളെ പറ്റി ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല, വെയിറ്റ് ചെയ്യാം. ആപ്പിളിൻ്റെ ബംഗളൂരു ഫാക്ടറി അവിടുത്തെ വർക്കേഴ്സ് തന്നെ അടിച്ച് തകർത്തിരിക്കുകയാണ്. തകർത്തത് മാത്രമല്ല, അവിടെ നിന്ന് കുറേ ഐഫോണുകളും തൂക്കിയിട്ട് പോയിട്ടുണ്ട്. ആപ്പിളിൻ്റെ സ്വന്തം ഫാക്ടറി അല്ല, പകരം ഇത് അവരുടെ കോൺട്രാക്ട് മാനുഫാക്ചറായ വിസ്ട്രോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫാക്ടറിയാണ്. വിസ്ട്രോൺ ആണ് ഇപ്പോൾ ആപ്പിളിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഐഫോണൊക്കെ അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബംഗളൂരുവിലെ ഫെസിലിറ്റിയിലാണ് ഇങ്ങനെ ഒരു ഫൈറ്റ് നടന്നതും അവിടുത്തെ ആ കമ്പനി മൊത്തം അടിച്ച് തകർത്തതും അവിടെ നിന്ന് ഇഷ്ടംപോലെ ഐഫോണുകൾ തൂക്കിക്കൊണ്ടുപോയതും മോഷ്ടിച്ചുകൊണ്ട് പോയതും. അപ്പോൾ എന്തിനാണ് അവിടുത്തെ വർക്കേഴ്സ് തന്നെ ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എന്ന് ചോദിച്ചാൽ, അവർക്ക് സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറേ പേർക്ക് സാലറി റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ തൊട്ടായിരിക്കണം. അതുമാത്രമല്ല, കുറേ പേർക്ക് സാലറി കിട്ടിയിട്ട് പോലുമില്ല. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് അവിടുത്തെ ആൾക്കാർ തന്നെ റിവോൾട്ട് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതുമാത്രമല്ല, കമ്പനി ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് 437 കോടിയുടെ ലോസാണ് അവർക്ക് അവിടെ ഉണ്ടായത് എന്ന്. അടുത്ത ന്യൂസിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലോട്ട് കിടക്കാം. വിവോയുടെ X60 സീരീസിലെ ഫോണുകളുടെ ക്യാമറ സ്പെക്സ് ഇപ്പോൾ ലീക്ക് ആയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ വിവോ അവരുടെ ആ ഫോണിൽ യൂസ് ചെയ്യാൻ പോകുന്നത് സൈസ് ബ്രാൻഡിങ് ഉള്ള ലെൻസ് ആയിരിക്കുമെന്നാണ്. നമ്മൾ നോക്കിയയുടെ ഫോണുകളിൽ പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കാൾ സൈസ് ലെൻസ്. അപ്പോൾ അതേ സൈസ് ലെൻസ് തന്നെയാണ് ഇനിയിപ്പോൾ വിവോയുടെ X60 സീരീസിലും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ X60 സീരീസിലെ ഫോണുകളുടെ ക്യാമറ സ്പെക്സ് എന്തൊക്കെയാണ് ലീക്ക് ആയത് എന്ന് നോക്കാം. വിവോയുടെ X60ലും X60 പ്രോയിലും നമുക്ക് ലഭിക്കാൻ പോകുന്നത് 48 മെഗാ പിക്സലിൻ്റെ സെൻസറായിരിക്കും. IMX 586 ആയിരിക്കില്ല, കസ്റ്റം സെൻസർ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഏത് സെൻസറാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സെക്കൻഡറി ക്യാമറാസ് നോക്കുകയാണെങ്കിൽ 13 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ലഭിക്കുന്നുണ്ട്, 13 മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റ് ക്യാമറയും ലഭിക്കുന്നുണ്ട്. വിവോ X60ൽ ഇതേപോലെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. X60 പ്രോയിലോട്ട് വരികയാണെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. X60 പ്രോയിലെ 4ാമത്തെ ക്യാമറ ഒരു പെരിസ്കോപ്പ് ലെൻസാണ്. 8 മെഗാ പിക്സലിൻ്റെ 60x സൂമുള്ള ഒരു ലെൻസായിരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട്. വിവോയുടെ ഒരു കിടിലൻ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫോൺ തന്നെയായിരിക്കും വിവോ X60 സീരീസ്. എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇതിൽ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ Exynos 1080 എന്ന് പറഞ്ഞാൽ പുതിയ സാംസങ്ങിൻ്റെ ചിപ്സെറ്റ് തന്നെയായിരിക്കും. നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടൊരു ചിപ്സെറ്റാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഒന്നും അല്ലെങ്കിൽ കൂടെ നമുക്ക് ഒരു സ്നാപ്ഡ്രാഗൺ 765-നെക്കാട്ടിലും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടൊരു ചിപ്സെറ്റ് തന്നെയായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. റെഡ്മിയുടെ K സീരീസിലെ അടുത്ത ഫോണായ Redmi K40 ലീക്ക് ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാമറ അറയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ Mi 10Tയിലൊക്കെ കണ്ട പോലത്തെ ഒരു ക്യാമറയും അതിൻ്റെ താഴെ ഒരു ക്യാമറയും കൂടെ വെച്ച പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് എങ്ങനെയുണ്ട് കാണാൻ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു സെൻറ്റർ പഞ്ച്-ഹോളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അധികം എടുത്ത് പറയാനൊന്നുമില്ല, കാരണം ഈ ഫോണിൻ്റെ ബാക്കിൽ നമുക്കൊരു വലിയൊരു കേസ് വെച്ചിട്ടുണ്ട്. അത് പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് യൂണിറ്റ് ആകുമ്പോൾ കമ്പനികൾ ഇങ്ങനെയാണ് ചെയ്യാറ്, ലീക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. Redmi K30 ആണ് നമ്മുടെ ഇവിടെ പോക്കോ X2 എന്ന പേരിൽ വന്നത്. ഇതിനി പോക്കോയുടെ പേരിൽ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. വാവയുടെ നോവ സീരീസിലെ അടുത്ത ഫോണായ Huawei Nova 8 ലീക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വെറൈറ്റി, ഇവിടെയും നമുക്ക് ക്യാമറ അറയിൽ ഒരു വെറൈറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ വിവോയുടെ ഭാഗത്തുനിന്ന് കണ്ട ഒരു ക്യാമറ അറയുടെ അതേപോലെ ഒരു ക്യാമറ അറയാണ് കൊണ്ടുവന്നെങ്കിലും അതൊരു റൗണ്ടായിട്ടുള്ളൊരു ക്യാമറ അറയാണ് ലഭിച്ചിരിക്കുന്നത്. ക്യാമറ അറ മാത്രമാണ് ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് സാധാരണ ഒരു ഫോണിൽ കാണുന്ന പോലെ ഒരു ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു പഞ്ചുകളും ബാക്കിൽ ഒരു പാറ്റേണും ഒക്കെ തന്നെയാണ് ലഭിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട്. എന്തായാലും ഇതൊന്നും ഇന്ത്യയിലോട്ടൊന്നും വരാൻ പോകുന്നില്ല. എന്നാലും
നോക്കിയ 5.4 എന്ന് പറഞ്ഞ ഫോൺ യൂറോപ്പിൽ നോക്കിയ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിയ 5.4ൽ ലഭിക്കുന്നത് ഒരു 6.39 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇതൊരു പഞ്ച് ഹോളുള്ളൊരു LCD ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. റിയൽമി 7 കണ്ടു, മോട്ടോ G9 പവറിൽ കണ്ടു, അങ്ങനെ ഇഷ്ടംപോലെ ഫോണുകളിൽ കണ്ട ഒരു പ്രൊസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറഞ്ഞ പ്രൊസസ്സർ. 2 വേരിയൻസിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 4GB RAM 64GB ആണ് സ്റ്റോറേജുള്ള ബേസ് വേരിയൻറ്റും 4GB RAM 128GB ആണ് സ്റ്റോറേജുള്ള ഹയർ എൻഡ് വേരിയൻ്റാണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ ആയിട്ട് ലഭിക്കുന്നത് 48 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ്. 5 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലഭിക്കുന്നുണ്ട്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലഭിക്കുന്നുണ്ട്, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ നമുക്ക് ലഭിക്കുന്നുണ്ട്, 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. 4000 mAhൻ്റെ ബാറ്ററിയാണ് ലഭിക്കുന്നത്, 10 വാട്ടിൻ്റെ ചാർജിങ് മാത്രമാണ് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ യൂറോപ്പിലെ വില ഈ കാണുന്നതാണ്. വൈകാതെ ഇത് ഇന്ത്യയിലോട്ടും വരുന്നതായിരിക്കും. മൈക്രോമാക്സ് അവരുടെ ഇൻ സീരീസിലെ സ്മാർട്ട് ഫോണുകളുമായിട്ട് ഇന്ത്യയിലോട്ടൊരു തിരിച്ചുവരവ് നടത്തിയുണ്ടായി. 2 ഫോണുകളാണ് മൈക്രോമാക്സ് ലോഞ്ച് ചെയ്തത്. മൈക്രോമാക്സ് ഇൻ നോട്ട് 1ഉം മൈക്രോമാക്സ് ഇൻ 1Vയും. ഇതേ ഒരു പുതിയൊരു ഫോൺ കൂടെ മൈക്രോമാക്സിൻ്റെ വരാൻ നിൽക്കുകയാണ്, വൈകാതെ തന്നെ ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. ഇതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ BIS ലിസ്റ്റിങ്ങിൽ ഈ ഒരു പുതിയൊരു ഫോൺ ലിസ്റ്റ് ആയിരിക്കുകയാണ്. BIS എന്നാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഒരു ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ സർട്ടിഫിക്കേഷനൊക്കെ എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ ലഭിച്ച സ്ഥിതിക്ക് വൈകാതെ തന്നെ ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഫോണാണ്. ഈ ഫോണിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട്. ഓപ്പോയുടെ ഒരു പുതിയ ഫോൺ വരുന്നുണ്ട്, Oppo A15s എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഇപ്പോൾ ലീക്ക് ആയിരിക്കുകയാണ്. പ്രൈസ് മാത്രമല്ല, അതിൻ്റെ ഒരു ഡിസൈൻ ലീക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈസിൻ്റെ കാര്യം പറയാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യം പറയാം. കാരണം നമുക്ക് പ്രൈസാണ് ആദ്യം ലീക്ക് ആയത്. ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ വില വരുന്നത് 11,490 രൂപയാണ്. എന്തുകൊണ്ടാണ് പ്രൈസ് ആദ്യം പറഞ്ഞതും ഫീച്ചേഴ്സ് പിന്നെ പറയാൻ പറഞ്ഞതും എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ Oppo A15 എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു മോഡലുണ്ട്. അതേ മോഡൽ തന്നെ ജസ്റ്റ് ഒന്ന് പേരൊന്ന് മാറ്റി ഇറക്കുന്നതെന്നേ ഉള്ളൂ. ആകപ്പാടെ A15ഉം A15sഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു ബാക്ക് സൈഡിലെ ആ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ ഒരു ഫിനിഷിലുള്ള വരുന്ന ഒരു വ്യത്യാസം മാത്രമാണ്. ബാക്കി സെയിം ഫോൺ തന്നെയാണ്. സെയിം ഫോൺ എന്ന് പറഞ്ഞാൽ ഈ ഫോൺ നമുക്കൊരു 6.52 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. വാട്ടർ നോച്ചാണ് ലഭിക്കുന്നത്. MediaTek Helio P35 ആണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന പ്രോസസ്സർ. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. 13 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത്, 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ, 4230 mAhൻ്റെ ബാറ്ററി, 10 വാട്ടിൻ്റെ ചാർജിങ്ങും. എന്തായാലും ഇത് വൈകാതെ ഓഫ്ലൈൻ കടകളിലൊക്കെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഷാമിയുടെ Mi 10T സീരീസിലെ ഫോണുകളായ Mi 10Tയും Mi 10T Proയും ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ഇത് ലോഞ്ച് ചെയ്ത് ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് പോലെ ആയിട്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഇനിയിപ്പോൾ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആമസോണിൽ ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് കൂടെ ഓടുന്നുണ്ട്. ഒരു 3000 രൂപയുടെ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഈ 2 ഫോണുകൾക്കും ICICIയുടെ കാർഡുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. iQOOൻ്റെ ഒരു പുതിയ ഫോൺ 3C സർട്ടിഫിക്കേഷൻ അതോറിറ്റി ലിസ്റ്റ് ആയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ BISൻ്റെ ലിസ്റ്റിംഗ് പോലെയാണ് ഈ 3C എന്ന് പറയുന്നത്. ചൈനയിൽ BIS പോലത്തെ ഒരു സർട്ടിഫിക്കേഷൻ അതോറിറ്റിയാണ് 3C എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഫോണിൽ നമുക്കൊരു 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതിനർത്ഥം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. മിക്കവാറും ഇത് iQOO 7 എന്ന് പറഞ്ഞ ഫോണായിരിക്കും, അല്ലെങ്കിൽ iQOO 7 Pro 5G എന്ന് പറഞ്ഞ ഫോണായിരിക്കും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയെന്ന് ചോദിച്ചാൽ iQOO 5 സീരീസ് പോലും വന്നിട്ടില്ല, അപ്പോൾ പറയാൻ പറ്റില്ല. സാംസങ്ങിൻ്റെ ഗാലക്സി A52 എന്ന് പറഞ്ഞ ഫോൺ ഒരു 4G വെർഷനും കൂടെ വരുന്നുണ്ട്. 5G വെർഷനായ Oppo A52 5G എന്ന് പറഞ്ഞ ഫോൺ ഓൾറെഡി യൂറോപ്പിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ യൂസ് ചെയ്ത് സ്നാപ്ഡ്രാഗൺ 750G എന്ന് പറഞ്ഞ പ്രൊസറാണ്. അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ വ്യത്യാസം വരുന്നത് സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറഞ്ഞ പ്രൊസറായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. എക്സ്റ്റേണൽ ചിപ്സെറ്റ് അല്ല. അപ്പോൾ ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നത് ഈ ഒരു ഫോണായിരിക്കും, സാംസങ് ഗാലക്സി A52 എന്ന പേരിൽ. 5G വെർഷൻ അതിൻ്റെ കൂടെ ഇറങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്തറിയാം. ഇന്ത്യയിലോട്ട് വെയിറ്റ് ചെയ്യാം. ഓപ്പോയുടെ ഫ്ലാഗ്ഷിപ്പ് TWS ആയ Oppo Enco X എന്ന് പറഞ്ഞ അവരുടെ ഏറ്റവും പുതിയ TWS ഇന്ത്യയിലോട്ട് വരാൻ പോവുകയാണ്. ഇത് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 10,000 രൂപയുടെ ഒരു അടുത്ത് വരുന്നതാണ് ഇതിൻ്റെ വില. അപ്പോൾ എന്തായാലും ഇത് വൈകാതെ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. ജനുവരിയിലായിരിക്കും ഇത് വരാൻ പോകുന്നത് എന്ന് റിപ്പോർട്ടുണ്ട്. ഒരു ഓഡിയോ എന്തൂസിയസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ഇതൊരു കിടിലം ഒരു ഇയർഫോൺ തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം നമ്മളിവിടെ Oppo Enco W51 യൂസ് ചെയ്യുന്നുണ്ട്. കിടിലം ഒരു ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വരുന്ന ഒരു ഇയർഫോൺ ആയിരിക്കും Oppo Enco X. വെയിറ്റ് ചെയ്യുക. സ്പോട്ടിഫൈ ഇന്ത്യയിൽ പുതിയ കുറച്ച് പ്ലാനുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്പോട്ടിഫൈ പ്രീമിയം മിനി പ്ലാൻ എന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡെയിലി പ്ലാനും വീക്ക്ലി പ്ലാനുമാണ്. സ്പോട്ടിഫൈ ഇത്രയും കാലം നമുക്ക് മന്ത്ലി ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഡെയിലി പ്ലാൻ വരുന്നുണ്ട്. ഡെയിലി 7 റുപ്പീസാണ്. നമുക്കിപ്പോൾ ഒരു ദിവസം മാത്രം പ്രീമിയം മതി എങ്കിൽ ആ ഒരു ദിവസത്തേക്ക് മാത്രം പ്രീമിയം എടുക്കാം, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് വേണ്ടി മാത്രം പ്രീമിയം എടുക്കണമെങ്കിൽ ആ ഒരാഴ്ചയ്ക്ക് എടുക്കാം. ഡെയിലി പ്ലാൻ ആണെങ്കിൽ ഒരു ദിവസം 7 രൂപ, വീക്ക്ലി പ്ലാൻ ആണെങ്കിൽ ആ ഒരു വീക്കിന് 25 രൂപ.
അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ OPNewsൻ്റെ എപ്പിസോഡ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.